ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പം നിങ്ങൾ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. വായിക്കാൻ പറ്റാത്തവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറയാൻ പറ്റുന്നത്. ഇതെൻ്റെ 2025 ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു നമ്മൾ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്. അതിന് മുമ്പ് വേറെ പല ഗ്രൂപ്പുകളും നമുക്കുണ്ട്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഗ്രൂപ്പുകളും അതുപോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. 10 വർഷത്തോളമായിട്ട് ഞാൻ ട്രേഡിങ്ങിലാണ്. അപ്പോൾ ബൈനറിങ്ങിൽ നമുക്ക് പോക്കറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതിൽ കോട്ടക്സിൻ്റെയും ബിനോമിൻ്റെയും ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നമ്മൾ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അണ്ടറിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മായാവി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ്. ഇത് പബ്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതിൽ ലിങ്ക് ഉണ്ടാവും, പിന്നീട് മെസ്സേജ് പോയാൽ മതി. ലിങ്ക് ഉണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ VIP ഗ്രൂപ്പിൽ ചേരാം. VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൾട്രാ VIP ഗ്രൂപ്പാണ്. നമ്മുടെ എല്ലാ VIP ഗ്രൂപ്പുകളും ഫ്രീ ആണ്. 1 രൂപ പോലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് പേയ്മെൻ്റ് ആയിരുന്നു, അത് മാറ്റി ഇപ്പോൾ എല്ലാം ഫ്രീ ആക്കി നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ ഒരു കോപ്പിയാണ് ഞാനിതിൽ നിങ്ങൾക്ക് സിഗ്നലായിട്ട് തരുന്നത്. അല്ലെങ്കിൽ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എന്താണോ എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണോ എടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഉപയോഗിക്കാം. പക്കാ മണി മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പുണ്ട്. കോട്ടക്സിൻ്റെ തന്നെ അഡ്വാൻസ് ഗ്രൂപ്പ്, ഇത് നമ്മുടെ അഡ്വാൻസ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിൽ പവർ സിഗ്നൽസ് എന്നും ബോംബ് സിഗ്നൽസ് എന്നും അതുപോലെ പല സിഗ്നൽസ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോരോ സിഗ്നൽസിൻ്റെ ഇതിടും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-100ഓളം സിഗ്നൽസ് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ 50ഓളം സിഗ്നൽസ് കിട്ടാം, ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ സിഗ്നൽസ് കിട്ടും. പിന്നെ എന്താ പറയുക, മാർക്കറ്റ് വളരെ മോശമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ലൈവായിട്ട് വന്നിട്ട് ലൈവ് സിഗ്നൽസും കാര്യങ്ങളും തരും. പിന്നെ മാർക്കറ്റ് മോശമാണെങ്കിൽ നമ്മൾ വേറെ തന്നെ അപ്പം തന്നെ സിഗ്നൽസ് മാറ്റി വേറെ നമ്മൾ സിഗ്നൽസ് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം പോലും ലോസിൽ ഇറങ്ങേണ്ട ആവശ്യം വരില്ല. ഓരോ സെക്ഷനും നിങ്ങൾ പ്രോഫിറ്റിലേ നിങ്ങൾ 100% നിങ്ങൾ ഇറങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ ടൈമിങ് കാര്യങ്ങളൊക്കെ 30-ാം തീയതി മുതൽ ഇപ്പോൾ 2-ാം തീയതി മുതലാണ് ഇത് വരുന്നത്. നാളെ മുതൽ നിങ്ങൾക്ക് സിഗ്നൽസും കാര്യങ്ങളൊക്കെ പുതിയ ടൈമിൽ. ഇനി ഇത് 5 സെക്ഷൻ മാത്രമല്ല, ഇനിയും ചിലപ്പോൾ 2 സെക്ഷൻ കൂടെ ആഡ് ചെയ്തിട്ട് കോട്ടക്സിന് ഒരു 7 സെക്ഷൻ ഉണ്ടാവും. ബിനോമയ്ക്ക് പിന്നെ 2 സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ബിനോമയുടെ VIP ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, ബിനോമയുടെ VIP ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഞാൻ ട്രേഡ് ചെയ്യുന്നതാണ്. ബിനോമയും കോട്ടക്സും മാത്രമാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡിങ്ങിൻ്റെ സിഗ്നൽസിൻ്റെ ഒരു കോപ്പി ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതല്ല അത് പ്രധാനം. ഓക്കെ, അതോട്ടെ, നമ്മുടെ സ്ട്രാറ്റജിയാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ എല്ലാ സ്ട്രാറ്റജികളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെമോ അക്കൗണ്ട് ഉണ്ട്, ഡെമോ അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യും. ഞാൻ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെ വെച്ചാൽ എന്താ പറയുക, കിട്ടുന്ന പ്രോഫിറ്റുകൾ എല്ലാവരും പറയുന്ന പ്രോഫിറ്റുകൾ എന്താ പറയുക, വിഡ്രോ ചെയ്യരുത്. നിങ്ങൾ ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് വലിയൊരു ക്യാപിറ്റലാക്കാനാണ് പറയുക. പക്ഷേ ഞാനത് തിരിച്ചാണ് പറയണത്. നിങ്ങൾ അന്നന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ഞാൻ എല്ലാ നമ്മുടെ മെമ്പേഴ്സിനോടും പറയുന്നതാണ്, ഇപ്പോഴും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അന്നന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ അന്നന്ന് തന്നെ വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിയിലേക്ക് പോകാം. സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികളാണ് ഞാൻ പറയാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഫണ്ടമെൻ്റലും അതും ഇതും എന്ത് പറയുന്നത്, നിങ്ങളുടെ ഒരു കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് തല പുകഞ്ഞ് അവസാനം എന്താ പറയുക, ഒന്നുമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. വളരെ സിമ്പിളായിട്ടുള്ള എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക, 18 വയസ്സിന് ശേഷം ഓക്കെ, അത് നിർബന്ധമാണ്. പഠിക്കുന്നതിന് അത് പ്രശ്നമില്ല, പക്ഷേ ട്രേഡ് ചെയ്യുന്നതിന് 18 വയസ്സിന് ശേഷം ഉള്ളവർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പഠിക്കുന്നവർക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടിക്ക് പോലും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലത്തെ അത്രയും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നും ഞാനൊരു സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റാണ്. നമ്മൾ എന്തൊക്കെ എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ മാർക്കറ്റിൽ അപ്പോൾ വരുന്നത് എന്താണോ അതാണ് മാർക്കറ്റ്, അല്ലേ?
ഇപ്പോൾ ഓരോ സ്ട്രാറ്റജികളും, ഇപ്പോൾ കളർ കോഡിങ് സ്ട്രാറ്റജി, ഓക്കെ, ഓരോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു എൻക്ലഫിസ്, എന്തായാലും ഏത് സ്ട്രാറ്റജി ആയാലും അതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ബയേഴ്സ് ഓർ സെല്ലേഴ്സ് പ്രഷർ, അല്ലേ? ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ബൈയിങ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെല്ലേഴ്സ് മൂവ്മെൻറ്റോ ഉണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി ഒന്നും അവിടെ വർക്കാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാം അണ്ടിൽ ആരാണ്? മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വെദർ ദി ഹാവ് ടു ഗിവ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അങ്ങനെ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോഫിറ്റ് ആക്കാനുള്ള ഐഡിയകളും കാര്യങ്ങളും നമ്മുടെ VIP ഗ്രൂപ്പിൽ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ പോലും ലോസിൽ നമ്മൾ ഇറങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിയിലേക്ക് പോകാം. സ്ട്രാറ്റജി വളരെ ഇതാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അഗ്രസീവായിട്ട് ഞാൻ പറയുന്നത് പോലെ ട്രേഡ് എടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 500 രൂപ കൊണ്ടുവന്ന് വന്നിട്ട് ട്രേഡ് ഇട്ടിട്ട് 500 രൂപയ്ക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിലൊരു 250 റുപ്യക്കോ അല്ലെങ്കിൽ 300 റുപ്യക്കോ അല്ലെങ്കിൽ 500 റുപ്യക്കോ നിങ്ങൾ ഒറ്റ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് അത് ലോസായി കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, നിങ്ങൾ ലോസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മയോ ട്രേഡിങ്ങിനെയോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ഈ കോട്ടക്സിനെയോ അല്ലെങ്കിൽ ബിനോമിനെയോ മോശം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ മെയിൻ പ്ലേ എന്ന് പറയുന്നത് മണി മാനേജ്മെൻറ്റാണ്. മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റലാണ്, അല്ലേ? ഒരു മിനിമം 70 രൂപയ്ക്ക് ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മിനിമം വേണ്ട ക്യാപിറ്റൽ എന്നുള്ളത് 2500 രൂപയാണ്. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് 1000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഓക്കെ, അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്ന് 1000 രൂപ കൊണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ള 1000 രൂപ കൊണ്ട് 7500 റുപ്യ ഒരാഴ്ചയിൽ ഉണ്ടാക്കിയ വ്യക്തിയുണ്ട്. ഇവിടെ ആരും, ഞാൻ ഒരു 20,000 50,000 ഉണ്ടാക്കിയെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ആരും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക 1000 രൂപ കൊണ്ട് 25,000 രൂപ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വന്നിട്ടില്ല. ഒരു 7,500 രൂപ വരെ 1000 രൂപ കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയവർ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അവരെടുക്കുന്നത് 70 രൂപയ്ക്കാണ് അല്ലെങ്കിൽ 100 രൂപയ്ക്കാണ്, അതിൽ കൂടുതൽ എടുക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേ പറയാം. അപ്പോൾ അത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി പറയാം. വളരെ സിമ്പിളാണ്. നമ്മൾ എവിടെയാണ്? ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്ത് പോവുക. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ, പക്ഷേ ഇതിൽ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മൂവിങ് ആവറേജ് പോകുന്നു, വളരെ സിമ്പിൾ. EMA എന്ന് എടുക്കുന്നു. ഓക്കെ, ഗ്രീൻ കളർ എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 ആക്കണം. ഓക്കെ, 3 ആക്കുന്നു. ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് വലിപ്പത്തിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് 3 EMA ആയി. നോക്കിയേ, 3 EMA. ഓക്കെ, ഇനി അടുത്തത്, ഇനിയും പോകുന്നു. മൂവിങ് ആവറേജ് എടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ EMA എന്ന് എടുക്കുന്നു. ഈ ഒരു സ്ഥലത്ത് EMA എന്നാക്കുന്നു, റെഡ് ആക്കുന്നു, കുറച്ച് കട്ടിയിലാക്കുന്നു. ഇവിടെ നമുക്ക് ഒരു 7 കൊടുക്കാം. 7 കൊടുക്കുന്നു. ഇപ്പം മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, EMA 3 ഗ്രീൻ, EMA 7 റെഡ്. ഓക്കെ, ഇനി നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, ക്രോസ്. ഓക്കെ, ക്രോസ് എടുക്കുമ്പോൾ നമ്മൾ ട്രേഡ് കൊടുക്കുക. പക്ഷേ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിലിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. അതിൻ്റെ അപ്പുറത്തെ ക്യാൻഡിൽ വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു EMA, അത് എങ്ങനെ വേണമെങ്കിലും ക്രോസ് ആയിക്കോട്ടെ. ഞാൻ ഗ്രീൻ ക്രോസോ റെഡ് ക്രോസോ ഒന്നും ഞാൻ പറയുന്നില്ല. ക്രോസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കരുത്, അതിൻ്റെ തൊട്ടപ്പുറത്തെ ക്യാൻഡിൽ ട്രേഡ് എടുക്കുക. പോയിൻ്റ് 1. ഓക്കെ, റൂൾ നമ്പർ 1 അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി റൂൾ നമ്പർ 2, ഒരു ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ അടിയിലായിരിക്കും ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുക, അത് മേലോട്ട് വന്ന് റെഡ് ക്യാൻഡിലിനെയാണ് ക്രോസ് ചെയ്തതെങ്കിൽ, ഓക്കെ, എന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു, എന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിൽ താഴെയും ഗ്രീൻ ക്യാൻഡിൽ മുകളിലും വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി ഒരു ഗ്രീൻ ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡൗണിലേക്ക് ട്രേഡ് എടുക്കുക. സോറി. ഓക്കെ, ഇപ്പോൾ സമയം 11:48. ഓക്കെ, 1:01. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് ഞാൻ രാവിലെ മുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളും നന്നായിട്ട്
പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് ട്രേഡ് എടുക്കാം. അപ്പോൾ റൂൾ നമ്പർ 2 കഴിഞ്ഞേ. ഓക്കെ, റൂൾ നമ്പർ 2 എന്താണ്? റെഡ് ഗ്രീനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡൗണിലേക്ക് എടുക്കുക. ഗ്രീന് താഴെ ഇവിടെ എവിടുന്ന് ഗ്രീന് റെഡിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ സ്ട്രാറ്റജി. റൂൾ നമ്പർ 2. റൂൾ നമ്പർ 1 എന്താണ്? ക്രോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കരുത്, അതിൻ്റെ അപ്പുറത്തെ ക്യാൻഡിൽ എടുക്കണം. ഓക്കെ. റൂൾ നമ്പർ 2 അത് മറ്റേ ഗ്രീനും റെഡും ഉള്ള അത്. ഇനി റൂൾ നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും വൈഡായിട്ടുള്ള ഇങ്ങനെ കുറച്ച് വൈഡായിട്ടുള്ള ഇങ്ങനെയുള്ള ക്രോസിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ ചലബലായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ക്രോസിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ അടുപ്പിച്ച് വന്നിട്ടുള്ള ക്രോസ്, അങ്ങനെ വരുന്ന ക്രോസിൽ എടുക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് നിങ്ങൾക്ക് പ്രാക്ടീസിലും കൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് റൂൾസ് എല്ലാം മനസ്സിലായോ? ഇനി നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. ഓക്കെ, എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊരു ട്രേഡ് നോക്കാം. ഓക്കെ, ഇവിടെ ക്രോസായിൻ്റെ അടുത്ത് ഇതിലെടുക്കരുത്, അതിൻ്റെ അടുത്ത് ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടെയാണ് ക്രോസ് ആയതിൻ്റെ അടുത്ത ക്യാൻഡിൽ നമ്മൾ എടുത്തില്ല, അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വൺ സ്റ്റെപ്പ് MTG ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വിട്ടിട്ട് നമുക്ക് അടുത്ത സിഗ്നൽ തേടിപ്പോവാം. ഇത് നോൺ MTG ആയിട്ട് ഉപയോഗിക്കാം, MTG ആയിട്ട് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ഒരു ക്രോസിങ് ഒരുപാട് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് നടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് MTG ആയിട്ട് ഉപയോഗിക്കാം, നോൺ MTG ആയിട്ട് ഉപയോഗിക്കാം, MTG ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. കഴിയുന്നതും എന്താ പറയുക, MTG ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ക്രോസുകൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ക്രോസുകൾ നമുക്ക് കിട്ടും. ഇതേപോലെ ക്രോസിങ് കണ്ടോ? അപ്പോൾ നമുക്കിവിടെ വിന്നായി. ഓക്കെ, ഇവിടെ നമുക്ക് വിന്നായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ക്രോസിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ? ചറപറ ക്രോസുകൾ നമുക്ക് കിട്ടും. ഇവിടെയാണ് ക്രോസ് കിട്ടിയത്. അപ്പോൾ ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നത്, അടുത്ത ക്യാൻഡിൽ വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്രോസിങ് നടന്നു. ഈ ക്രോസിങ് നടന്നിട്ടുള്ള ആ ക്യാൻഡിലിനെ ആ ക്രോസിങ് നടന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഡൗണ് അല്ലെങ്കിൽ അപ്പ്, എന്താ ഞാൻ പറയുക, ഈ ക്രോസിങ് നടന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഡോജി ആവണ്ട, അത്രയേ ഉള്ളൂ. ഡോജി ആവുകയാണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്, വേറെ ഒന്നുമില്ല. ഓക്കെ, വളരെ സിമ്പിൾ. ഞാൻ ഡൗണിലും വിൽക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൺഫ്യൂസ് ആവും. അതിനും പേരും ഡോജി എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. കാരണം എന്താ അറിയോ, നമ്മൾ ഈ കുറച്ച് എന്താ പറയുക ബിലോ 14 ഇയേഴ്സ് കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരൊന്നും ട്രേഡ് എടുക്കുന്നില്ല, അവരൊക്കെ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ ആ ഒരു ലെവലിലുള്ള കുട്ടികൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഡോജി എന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്പ് മേലെ വരാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിപ്പോയി. ഓക്കെ, ഇവിടെ ഇതൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ആ നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ആണെങ്കിൽ നിങ്ങൾ ട്രേഡ് അവിടെ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ക്രോസ് ചെയ്തു, ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നത്, ഈ ക്യാൻഡിൽ ട്രേഡ് നമ്മൾ വിന്നായി. ഇവിടെ വിന്നായി. മനസ്സിലാകുന്നുണ്ടോ? അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ കുറച്ച് വിഡ്ത്ത് വേണം. ക്രോസ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് വിഡ്ത്ത് ഉണ്ടെങ്കിൽ ആക്രസി, ഇതേപോലെ അടുപ്പിച്ച് വന്നിട്ട് ക്രോസ് ആവുന്നത് നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതൊക്കെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എന്നാലും കുറച്ചുകൂടി വിഡ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് കണ്ടോ, ഇതിൻ്റെ ഈ ഗ്യാപ്പ് കണ്ടോ, ഇങ്ങനെ ക്രോസിങ് വരുന്നത്. ഓക്കെ, അതുപോലെ കുറച്ചും കൂടി ഒരു ആക്രസി കൂടും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഗതി ഈസിയൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ 2025 ആദ്യത്തെ വീഡിയോ ആണിത്.
പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറുക. മനസ്സിലാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാനടക്കമുള്ള പല പല ഗ്രൂപ്പുകളിൽ കയറി നിരങ്ങാതെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തെടുത്ത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളെ തള്ളി പറഞ്ഞവരുടെ മുമ്പിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അതിന് എന്ത് വേണം? നന്നായിട്ട് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് മാത്രം പോരാ, നന്നായിട്ട് പ്രാക്ടീസ് വേണം. ജസ്റ്റ് പ്രാക്ടീസ് അല്ല, നന്നായിട്ട് പ്രാക്ടീസ് വേണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.